അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത് സീരീസ് എന്താണെന്നും അതിൻ്റെ നമ്പർ സീരീസ് ബാക്കി എത്ര ടൈപ്സ് ഓഫ് സീരീസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സീരീസ് എന്ന് പറയണമെങ്കിൽ സീക്വൻഷ്യൽ ഓർഡർ ഓഫ് ലെറ്റേഴ്സ് ആണ്. സീക്വൻഷ്യൽ order of letters, numbers or both arranged in such a way that each term in the series is obtained according to specific rules. അപ്പോൾ ഇതിൽ ഡെഫിനിഷൻ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മെയിൻലി പറയണത് ഓർഡർ ഓഫ് ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സോ അല്ലെങ്കിൽ രണ്ടും അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിഫിക് റൂൾസ് ഒബേ ചെയ്തുകൊണ്ട് നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ സീരീസ് എന്ന് പറയണത്. അപ്പോൾ അതിൽ നമ്പർ സീരീസ് ഉണ്ട്. നമ്പർ സീരീസ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീക്വൻസ് ഒബേ ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നമ്പർ സീരീസ് എന്ന് പറയുന്നത്. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഈവൻ സീരീസ് ഓരോന്ന് നോക്കാം. ഈവൻ സീരീസ് എന്ന് പറഞ്ഞെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ സീരീസിനെയാണ് ഈവൻ സീരീസ് എന്ന് പറയുന്നത്. ദ സീരീസ് ഇൻ വിച്ച് ഓൾ ദ നമ്പേഴ്സ് ആർ ഈവൻ നമ്പേഴ്സ് ഫോളോഡ് ഇൻ എ സീക്വൻസ്. ഒരു സീക്വൻസ് ഫോളോ ചെയ്യുന്നത് ഈവൻ നമ്പേഴ്സ് വെച്ചിട്ട് കണ്ടോ, 2, 4, 6, 8, 10 എക്സെട്ര അങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ ഈവൻ നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈവൻ സീരീസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വണ്ണാണ് ഓഡ് സീരീസ്. ഓഡ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സീരീസ് ഇൻ വിച്ച് ഓൾ ദ നമ്പേഴ്സ് ആർ ഓഡ് നമ്പേഴ്സ് ഫോളോ ചെയ്യുന്ന സീക്വൻസിനെയാണ് നമ്മൾ ഓഡ് സീരീസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൈം സീരീസ്. ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരിക്കലും 1 സ്റ്റാർട്ട് ചെയ്യില്ല. 2, 3, 5, 7, 11, 30 എക്സെട്ര. ഓക്കെ, പ്രൈം സീരീസ് ആണ്. ഇനി നെക്സ്റ്റ് സ്ക്വയർ സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 സ്ക്വയർ 1 തന്നെയാണ്. 4 സ്ക്വയർ 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ നമ്മുടെ സീരീസ് എന്ന് പറയുന്നത് 1, 4, 9, 16, 25, 36, 49 എക്സെട്ര അങ്ങനെ വരും. ആ സീരീസിനെയാണ് സ്ക്വയർ സീരീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ക്യൂബ് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സീരീസ് വിച്ച് ക്യൂബ് നമ്പേഴ്സ് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ക്യൂബ്സിനെ വരുന്ന ആ ഒരു റിസൾട്ട് വരുന്ന സീക്വൻസിനെയാണ് നമ്മൾ ക്യൂബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? 1, 8, 27, 64 എക്സെട്രയാണ് നമ്മുടെ വരുന്നത്. ഇനി അരിത്തമെറ്റിക് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമൺലി ക്വസ്റ്റ്യൻസിലൊക്കെ കാണുന്ന ഒരു സീരീസാണ് അരിത്തമെറ്റിക് സീരീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതിൽ എന്താ പറയുന്നത് വെച്ചാൽ ദ സീരീസ് ഇൻ വിച്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈച്ച് സക്സസീവ് ടേംസ് ഈസ് കോൺസ്റ്റൻറ്റ്. അതായത് അടുത്തടുത്തെടുക്കുന്ന സക്സസീവ് ടേംസ് തമ്മിൽ ഉള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സ് നോക്കുമ്പോൾ 84, 80, 76 എന്ന് പറഞ്ഞിട്ട് റെഡ്യൂസ് ചെയ്ത് വന്നിരിക്കുകയാണ്. ആ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് -4 ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസാണ് ഇത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീരീസ് എന്ന് പറയുന്നത്. ഇനി മിക്സഡ് സീരീസ് ഉണ്ട്. മിക്സഡ് സീരീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വി ഗെറ്റ് നെക്സ്റ്റ് ടേം ഫസ്റ്റ് ബൈ മൾട്ടിപ്ലൈയിങ് ഓർ ഡിവൈഡിങ്. ഒന്നല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടോ ഡിവൈഡ് ചെയ്തിട്ടോ ആൻഡ് അതർ ബൈ ആഡിങ് സബ്ട്രാക്റ്റ്. അപ്പോൾ 4 ഓപ്പറേഷൻസും നടക്കാൻ ചാൻസ് ഉള്ള ടൈപ്പ് സീരീസിനെയാണ് മിക്സഡ് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 3, 7, 15, 31 എക്സെട്രയാണ് നമ്മുടെ സീരീസ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ 3, 7 എന്ന് പറയുമ്പോൾ 3 × 2 ചെയ്യുമ്പോൾ നമുക്ക് 6 ആണ്. 6 + 1 ആണ് ഈ 7 എന്ന് പറയുന്നത്. ഇനി 7 × 2 എന്ന് ചെയ്യുമ്പോൾ എത്രയാണ്? 14 ആണ്. 14 + 1 എന്ന് പറയുന്നത് 15. അപ്പോൾ അങ്ങനെ സെയിം അതും കോൺസ്റ്റൻറ്റ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അവിടെ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും നടക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള സീരീസാണ് മിക്സഡ് സീരീസ്. ഇനി നെക്സ്റ്റ് ആണ് ജോമെട്രിക് സീരീസ് നമ്മൾ മാത്സിലൊക്കെ മുന്നേ പഠിച്ചിട്ടുണ്ട്. GP എന്നും അതിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ജോമെട്രിക് സീരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സീരീസ് ഇൻ വിച്ച് ദ റേഷ്യോ ബിറ്റ്വീൻ ഈച്ച് സക്സസീവ് ടേംസ് ഈസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് 1, 3, 9, 27 എക്സെട്രയാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാണുന്നതെന്ന് വെച്ചാൽ 3/1 എന്ന് പറയുന്നത് എത്രയാണ്? 3 തന്നെയാണ് നമുക്കറിയാം. ഓക്കെ, ഇനി 9 നെക്സ്റ്റ് സീരീസ് എന്ന് പറയുന്നത് 9 ആണ് തന്നിരിക്കുന്നത് അല്ലേ. 1, 3 കഴിഞ്ഞ് 9 ആണ്. 9/3 എന്ന് പറയുന്നത് നമുക്ക് 3 ആയിട്ട് തന്നെ കിട്ടും. ഇനി 27/9 തൊട്ടപ്പുറത്തിരിക്കുന്ന ആളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ
ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 കിട്ടും, അല്ലെങ്കിൽ ഈ നമ്പർ വെച്ച് ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ നമ്പേഴ്സും കിട്ടും. അങ്ങനെ പോകുന്ന ടൈപ്പിനെയാണ് നമ്മൾ ജോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അപ്ലൈ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡിവിഷനാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജോമെട്രിക്കലാകുമ്പോൾ. ഓക്കെ, ഇനി അടുത്തതാണ് അരിത്തമെറ്റിക്കലും ജോമെട്രിക്കലും രണ്ടും കൂടി വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾ വെച്ച് തന്നെ നോക്കാം. 1, 4, 8, 11 എക്സിറ്റ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നെക്സ്റ്റ് നമ്പർ എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യാനും കൂടി നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. 1 + 3 ആണ് 4 എന്ന് നമുക്കറിയാം. അതേസമയം 8 ആണ്. അപ്പോൾ 4 + 4 എന്ന് പറയുമ്പോൾ 8 വരാം. പക്ഷെ നമ്മളിവിടെ നോക്കുന്നത് അടുത്ത് നോക്കുമ്പോൾ പിന്നെ നല്ല ഡിഫറൻസ് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഇവിടെ 3 ആയതുകൊണ്ട് ഇനി 4, 6 ആ രീതിയിലാവാം എന്ന് വിചാരിക്കും. പക്ഷേ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം 1 + 3 എന്ന് പറയുന്നത് 4 ആണ്. 4 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. ഓക്കെ, ഇനി ആ 8ൻ്റെ കൂടെ +3 അഗെയിൻ ചെയ്യുമ്പോൾ നമുക്ക് 11 കിട്ടും. 11ൻ്റെ കൂടെ × 2 ചെയ്യുമ്പോൾ 22 കിട്ടുന്നുണ്ട്. +3 ചെയ്യുമ്പോൾ 25 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 25ൻ്റെ കൂടെ × 2 ചെയ്യുമ്പോഴാണ് നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടുന്നത്. നമുക്കറിയാം 15 ആണെന്ന്. അപ്പോൾ ഇവിടുത്തെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 15 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണ് അരിത്തമെറ്റിക്കോ ജോമെട്രിക് സീരീസ് പോകുന്നത്. ഇനി ട്വിൻ ഓൾട്ടർനേറ്റ് സീരീസ് വരുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് അല്ല, ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് സീരീസ് മേ കൺസിസ്റ്റ് ഓഫ് 2 സീരീസ് കമ്പൈൻഡ് ഇൻ ടു എ സിംഗിൾ സീരീസ്. ഒരു സിംഗിൾ സീരീസിൽ 2 തരത്തിലുള്ള സീരീസും കൂടി കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ദ ഓൾട്ടർനേറ്റ് ടേംസ് ഓഫ് ദി സീരീസ് മേ ഫോം ആൻ ഇൻഡിപെൻഡൻറ്റ് സീരീസ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താണ് നല്ല ഡിഫറൻസ് തോന്നാം. സെയിം ആയിട്ടുള്ള ഡിഫറൻസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ 3, 4, 8, 10 എക്സിറ്റ് ആണ് നമ്മുടെ സീരീസ് വന്നിരിക്കുന്നത്. 3 + 1 ആണ് 4, പക്ഷേ ഇവിടെ ഞങ്ങളാകുമ്പോൾ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 + 8 നോക്കുമ്പോൾ 5 ആണെന്ന് കിട്ടി. 8 + 30 നോക്കുമ്പോൾ 8ഉം 13ഉം നോക്കുമ്പോൾ 5 ആണ് ഡിഫറൻസ് എന്ന് കിട്ടി. അപ്പോൾ ഈ രണ്ടെണ്ണം ഒരേപോലെ കിട്ടി. അപ്പോൾ മുകളിലത്തെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 4ഉം 10ഉം ഡിഫറൻസ് 6 ആണ്. 10ഉം 16ഉം നമ്മുടെ ഡിഫറൻസ് 6 ആണ്. അപ്പോൾ അടുത്ത നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ഈസിയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നമ്പർ എത്രയായിരിക്കും നമുക്ക് വരിക? 16 + 6 വെച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 13 + 5 വെച്ചിട്ട് കണ്ടുപിടിക്കാം. രണ്ടും കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസർ കിട്ടുക 22 ആയിരിക്കും അല്ലേ. 16 + 6 എന്ന് പറയുന്നത് 22 ആണ്. ഓക്കെ.